ഹലോ, ഇന്നൊരു ഗ്രിൽഡ് ഗാർലിക് ഓബർഷീൻ ആയാലോ? ഓ, ഇതാണോ ഈ പറഞ്ഞ ഓബർഷീൻ? ഇത് നമ്മുടെ വലിയ വഴുതനങ്ങയല്ലേ? അതേലോ, ഓബർഷീൻ, എഗ് പ്ലാന്റ്, ബേങ്കൻ എന്നെല്ലാം പല പല സ്ഥലങ്ങളിലുള്ള ഇവൻ്റെ പേരാണ്. ഏറ്റവും മടിയുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് കുക്കിംഗ് തീരാനും എന്നാൽ ടേസ്റ്റി ആയിട്ട് ഭക്ഷണം കഴിക്കാനും പറ്റണം എന്നുള്ളതല്ലേ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഒട്ടും സമയം എടുക്കാതെ ഉണ്ടാക്കാനും അതിനേക്കാൾ പെട്ടെന്ന് ഒരു പറ ചോറുണ്ണാനും പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണിത്. പലർക്കും ഇന്നും വഴുതനങ്ങ ഇഷ്ടമില്ല. പക്ഷേ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിച്ചിരിക്കും. അത്രയും ടേസ്റ്റിയാണിത്. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടോ, ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറിന് സൈഡ് ഡിഷ് ആയിട്ടോ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡിന്നർ, ഒരു സ്നാക്സ്, അങ്ങനെ എന്ത് പോലെ ആയാലും കഴിക്കാവുന്നതാണ്. ഒരു ബിഗിനർക്ക് ഉണ്ടാക്കാവുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിലാണ് ഈ റെസിപ്പി ഉള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ കാണണേ. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ഉണക്കമുളക് ഒരു 5ഓ 6ഓ വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് വഴുതനങ്ങയിൽ ഒരു താജ്മഹൽ പണിയാം. ആദ്യം 2 സൈഡ് വെട്ടി മാറ്റി നടുവിൽ ഞെട്ട് വരുന്ന ഭാഗം മുഴുവനായിട്ട് എടുത്ത് നേരെയും കുറുകയും ഒന്ന് വരഞ്ഞു വെക്കണം. ആരോടുള്ള ദേഷ്യത്തിൽ കുത്തരുത് കേട്ടോ, കാരണം ഓവറായി പോയി കഴിഞ്ഞാൽ ഉള്ളിൽ ക്യൂബ്സ് വരുന്ന പകരം മുഴുവൻ മുറിഞ്ഞു പോകും. ഇനി നേരത്തെ കുതിർത്ത് വെച്ച ഉണക്കമുളകും ഒരു 10 അല്ലി വെളുത്തുള്ളിയും 1 ടീസ്പൂൺ എണ്ണയും ആവശ്യത്തിന് ഉപ്പും അരയാനുള്ള വെള്ളം കൂടി ചേർത്ത് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി നേരത്തെ വരഞ്ഞു വെച്ച വഴുതനങ്ങയിൽ ഈ പേസ്റ്റ് ഒരു സൈഡിൽ തേച്ച് അതേ സൈഡ് ബട്ടർ തേച്ച് കറിവേപ്പിലിട്ട ഗ്രിൽ പാൻ അല്ലെങ്കിൽ സാധാ പാനിലൊന്ന് വെക്കുക. തീ കത്തിക്കാൻ മറക്കല്ലേ. എന്നിട്ട് മുകളിൽ അതേപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കുക. ഒരു ഭാഗം വേവുമ്പോൾ മറ്റേ സൈഡും ഇട്ട് വേവിച്ച് നല്ല ഫ്രൈ ആക്കി എടുക്കണം. 2 സൈഡിലും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ സംഭവം ഉഷാർ. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ അധികം ഓയിലൊന്നും ഇല്ലാതെ വളരെ രുചിയോടുകൂടെ ഹെൽത്തിയായി ഈ ഡിഷ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായി ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാനും ലൈക്ക് തരാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇതേപോലെ എളുപ്പത്തിലുള്ള റെസിപ്പീസ് കിട്ടാൻ വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്